ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ സ്റ്റാർട്ടായിരിക്കുകയാണ്. അതിലുപരി വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതിനകത്ത് ആരൊക്കെ ആയിരിക്കും എൻട്രി എന്നുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരുന്നത് ഒരാളുടെ മാസ് എൻട്രിക്ക് വേണ്ടിയാണ്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിച്ചവരുണ്ട്. കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നിലവിളക്കുമായി കാത്തിരുന്നവർക്ക് എല്ലാവർക്കും നിരാശയായിരുന്നു ഫലം. എൻ്റെ പൊന്നോ, അതോ മാസ് എൻട്രി അല്ലായിരുന്നു രേണു സുധിയുടേത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ഞാനൊരു ചെറിയ ടെൻഷനിലാണ്, എനിക്ക് പറ്റിയ ഒരു അബദ്ധമെന്നും പറഞ്ഞു. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. 1-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു 1-1.5-2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. കാരണം ബിഗ് ബോസിനകത്ത് ഏതൊക്കെ കണ്ടസ്റ്റൻസ് കയറുന്നു എന്നുള്ള വിവരം നമ്മൾക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഉറപ്പിച്ച് ഒരാൾ ഇതിനകത്ത് കയറുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള നിയമം ഉണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രേണു സുധിക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ രേണു സുധി ബിഗ് ബോസിലേക്ക് പോയി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഞാൻ ഇട്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അത് തൽക്കാലത്തേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ പറയേണ്ടുന്നവർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ പൊന്നു, ഡിലീറ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം ആ പോസ്റ്റർ ഉൾപ്പെടെ ഒരു 10-20 വ്ളോഗർമാർ എന്നെ എടുത്ത് എന്നെ അങ്ങ് ഏറിലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കൂട്ടുകാർ തന്നെ പിന്നീന്ന് കുത്തി, സ്വന്തം കൂട്ടുകാർ രേണുവിനിട്ട് പണി കൊടുത്ത്, സ്വന്തം കൂട്ടുകാരുടെ ഈ ബുദ്ധിമോശം കാരണം ബിഗ് ബോസിൽ നിന്നുള്ള എൻട്രി രേണുവിന് നിഷേധിച്ചു. എത്ര വ്ളോഗർമാർ. പക്ഷെ എനിക്കൊരു കാര്യം സന്തോഷമുണ്ട്, അന്നത്തെ ഒരു ദിവസത്തെ കണ്ടന്റ് ഞാൻ ആയതിൽ വളരെ സന്തോഷം കേട്ടാ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാനത് ടെൻഷൻ ആയെന്നുള്ള സത്യം. ഇവന്മാരുടെ വീഡിയോ ഇട്ടതിന് ശേഷം അല്ല ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, അതിന് മുന്നേ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനത് വീണ്ടും ഇന്നലെ രാത്രി വീണ്ടും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ രേണു സുധി കയറുന്ന മാസ് എൻട്രി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് 2-3 പേരോടാണ്. ആദ്യം ചോദിക്കാനുള്ളത് അതുലിനോട്. അതുലെ, നീ ഭയങ്കര ഘോരം കടന്ന് പറഞ്ഞല്ലോ രേണു സുധിക്ക് എന്ത് അർഹതയാണ്, എന്ത് യോഗ്യതയുണ്ട് ബിഗ് ബോസിൽ കയറാനെന്ന്. ഒരാളുടെ യോഗ്യതയും യോഗ്യത കുറവും തീരുമാനിക്കുന്നത് താനാണോ? തനിക്ക് അതിനുള്ള അവകാശം ആര് തന്ന്? താൻ ഈ പറയുന്നതൊക്കെ പെർഫെക്റ്റ് ആണ്, തനിക്കതിനുള്ള അവകാശവും അധികാരവും കഴിവും ഉണ്ട് എന്ന് താൻ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതിയോ? താൻ ഇടുന്ന വീഡിയോസിനകത്ത് വരുന്ന കമൻറ്റുകളൊക്കെ താനും കൂടി ഒന്ന് വായിച്ച് നോക്ക്. 15 പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ 25 പേര് തന്നെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് രേണു സുധിക്കും. ഒരു കാര്യം നടക്കുമ്പോൾ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് എത്രമാത്രം പോസിറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്, എത്രമാത്രം നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഉള്ളത്. അപ്പോൾ രേണു സുധി ബിഗ് ബോസ് പോകാൻ എന്ത് യോഗ്യത എന്ന് വെച്ചാൽ തൻ്റെ യോഗ്യതകൾ എന്തൊക്കെയൊന്ന് പറഞ്ഞേ. ആ സ്ഥാനത്ത് തനിക്ക് പോകാനുള്ള യോഗ്യത ഉണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ ആ ഒരു അർത്ഥം. താനൊന്ന് പറ, തനിക്ക് എന്താണ് അതിൽ പോകാനുള്ള യോഗ്യത? എല്ലാവരുടെയും ഫ്രസ്ട്രേഷനും ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരുവിധ ഒരുപാട് വർഷത്തെ പാരമ്പര്യമോ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസോ സിനിമാ ഫീൽഡോ സീരിയൽ ഫീൽഡോ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് 2-3 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് 2-3 ആഡിൽ അങ്ങോട്ട് അഭിനയിച്ച് ഇത്രമാത്രം അങ്ങ് പോപ്പുലാരിറ്റി നേടി ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ എത്തപ്പെട്ടതിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ നമ്മളിവിടെ കഷ്ടപ്പെട്ട് എൻ്റെ വാതിക്ക് പോലും എത്താൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങളെയൊക്കെ കൊണ്ട് രേണു സുധിയെ നെഗറ്റീവ് പറയിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളടുത്ത് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വ്ളോഗർമാരെല്ലാവരുടെയും നെഗറ്റീവ് കാരണമാണ് രേണു സുധി ഇന്ന് ഈ നിലയിൽ എത്തിയത്. അപ്പോൾ ചിലർ ചോദിക്കും, ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമാണോ? ബിഗ് ബോസ് കൊണ്ട് തീർന്നോ എല്ലാം? ബിഗ് ബോസ് എന്ന് പറയുന്ന മഹാ റിയാലിറ്റി ഷോയെക്കുറിച്ച് നല്ല ധാരണ ഇല്ലാത്തവരുള്ള ചേട്ടന്മാരും ചേച്ചിമാരുമാണ് അങ്ങനെ ഇരുന്ന് പറയുന്നത്. പിന്നെ ഞാനിട്ട ഫേസ്ബുക്കിൽ ഞാനിട്ട പോസ്റ്ററിനും ആ വീഡിയോയ്ക്കും ഒരുപാട് പോസിറ്റീവ് കമൻ്റ് ഉണ്ട്. അതിനകത്ത് ഇടയ്ക്ക് ചെറിഞ്ഞുകൊണ്ട് വരുന്ന കുറേ ചേട്ടന്മാരും ഉണ്ട്, ചേച്ചിമാരും ഉണ്ട്. എന്ത് കണ്ടിട്ടാണ്, എന്താണ് നിങ്ങൾ പറ, എന്താണ് അവൾക്ക് വേണ്ടിയിരുന്നത്? അവളെ എന്ത് കണ്ടില്ല, എന്തോ കണ്ടിട്ടാണ് അവിടെ കയറ്റേണ്ടിയിരുന്നതെന്ന് നിങ്ങളൊന്ന് പറ. അപ്പോൾ ബിഗ് ബോസ് പിന്നെ ആൾക്കാരെ സെലക്ട് ചെയ്യാനിരിക്കുന്നതും അതുമൊക്കെ മണ്ടന്മാരും വീഡിയോകളും ആണെന്നാണ് വിചാരം. എത്ര പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണെന്നറിയാം ഒരാൾക്ക് അവിടെ എൻട്രി കിട്ടുന്നത്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല രേണു സുധി എന്ന് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കും. പോട്ട്, ഇന്നലെ ഒറ്റ ദിവസം ആയുള്ളൂ ബിഗ് ബോസ് തുടങ്ങി രേണു സുധി അങ്ങോട്ട് കയറിയിട്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ മുതൽ വീഴുന്ന വീഡിയോകൾ മൊത്തം രേണു സുധി എന്ന കണ്ടസ്റ്റൻസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണല്ലോ. അതിനകത്ത് വേറെ കണ്ടസ്റ്റൻസ് ഒന്നും ഇല്ലേ? അവർ വെച്ച് ചെയ്ത് എങ്ങനെ റീച്ച് കിട്ടും? റീച്ച് വേണമെങ്കിൽ രേണു സുധി തന്നെ വേണം അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ വീഡിയോ ഇടുന്നത് റീച്ചിനാണ് അല്ലെങ്കിൽ പോപ്പുലർ ആവാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. ഇവളൊന്നും അല്ലാതിരുന്ന സമയത്ത്, ഇവൾ ഫസ്റ്റിലെ പിന്നെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പോലും അന്ന് തൊട്ട് ഇന്ന് നിമിഷം വരെ അവിടെ കൂട്ടായിട്ടും അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ.
അപ്പോൾ നമ്മുടെ സ്വപ്നം കാണുമോ ബിഗ് ബോസ് ഇപ്പോൾ ഇത്ര പിന്നെ നെഗറ്റീവ് കമന്റ് ആണെങ്കിൽ പോട്ടെ, എന്താണെങ്കിലും ഇവളിങ്ങനെ ഫേമസ് ആവുമെന്നോ പിന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ അവളുടെ കൂടുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അത്രത്തോളം വാല്യൂ കൊടുത്തിട്ടും ആ വ്യക്തിയെ നേരിട്ട് ഞാൻ അടുത്തറിയാൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇപ്പം ദയ അച്ചു കുരുപൊട്ടി ഇപ്പോൾ ആശുപത്രിയിലാണോ എന്തോ തമ്പുരാനെ അറിയാൻ മേല. എന്ത് യോഗ്യതയുണ്ട് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് ബിഗ് ബോസിൽ കയറാൻ? അവളെ പോലുള്ളവരൊന്നും ബിഗ് ബോസ് എടുക്കത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാ. എടി നിനക്ക് ആ ബിഗ് ബോസിൽ കയറാമെങ്കിൽ അതിനെക്കാട്ടി 100 മടങ്ങ് അർഹത അവകാശവും അതിനുള്ള കഴിവും ഉണ്ട് രേണുസുതിക്ക്. എന്തിനാ മക്കളെ ഇങ്ങനെ കിടന്ന് ആദ്യം എടുക്കുന്നത്? ഇങ്ങനെ ആദ്യം എടുത്തിട്ട് ഒരു കാര്യമില്ല. ദൈവം ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കും. നമ്മളിനി എത്ര കിടന്ന് ചാടി തുള്ളിയാലും ദൈവം വിധിച്ച കണക്ക് നടക്കും. പിന്നെ എൻ്റെ ആ ഒരു പോസ്റ്റർ ഇട്ടിട്ട് ഒരുപാട് ചേട്ടന്മാർ എനിക്കിട്ട് പണിത വീഡിയോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചേട്ടന്മാർക്കൊക്കെ ഉള്ളൊരു തിരിച്ചടി വേറെ ഒന്നുമല്ല. പറഞ്ഞല്ലോ, രേണുസുതി ബിഗ് ബോസിൽ കയറി. ഇപ്പോൾ അവൾ കപ്പ ഇടയ്ക്ക് വെച്ച് പിന്നെ എലിമിനേഷനായി പുറത്ത് വന്നാലും പറയാണ്ട് അവൾ വന്നത്, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയവും ഇല്ല. കപ്പടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അഥവാ അത് നടന്നില്ല, അവൾ റിട്ടേൺ തിരിച്ച് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ആ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ അവൾ കയറിയത് ഞങ്ങളെപ്പോലെ അവളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്തത് ഞങ്ങളുടെ വിജയം തന്നെയാണത്. ഞങ്ങൾക്കതും മതി. പിന്നെ സുധിച്ചേട്ടൻ്റെ ആത്മാവിനെ കൊണ്ട് ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞ് എന്തിനാണോ നീയൊക്കെ ഇങ്ങനെ ഇറച്ചി തിന്നാനിരിക്കുന്നത്? നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? അവൾ എന്ത് കാണിച്ചാലും അഭിനയം, എന്ത് പറഞ്ഞാലും അഭിനയം. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സുധിച്ചേട്ടൻ്റെ പെട്ടി അവളുടെ ഭർത്താവിൻ്റെ പെട്ടിയാണ് അവൾ കൊണ്ടുപോയത്. അദ്ദേഹം മരിച്ചു പോയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മെമ്മറിക്കായിട്ട് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടി അവൾ കൊണ്ടുപോയത്. സുധിച്ചേട്ടനെ ആത്മാവ് പെട്ടിയിലാക്കി രേണു കൊണ്ടുപോയെന്ന്. നാണുണ്ടോടാ തനിക്കൊക്കെ? പിന്നെ രേണുസുതി ബിഗ് ബോസിനകത്ത് കയറിയപ്പോഴത്തേക്ക് സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞത് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ കയറുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നു വലിയൊരു കലാകാരനായിരുന്നു, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കലാകാരൻ, നല്ലൊരു ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് ആ ഒരു അവസരം കിട്ടിയില്ല? അപ്പോൾ ആ അവസരം അദ്ദേഹത്തിൻ്റെ വൈഫിന് ലഭിച്ചു. അതിനാരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഈ രേണു സുധി അവൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് സുധി എന്ന് പറയുന്ന വ്യക്തി ഇത്ര കൂടുതൽ പോപ്പുലർ ആയത് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രേണുവിൻ്റെ പേരിലാണ് സുധിച്ചേട്ടൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. സുധിച്ചേട്ടൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, സുധിച്ചേട്ടൻ എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിൽ പോലും ഇത്രത്തോളം ഫേമസ് ആയത് രേണു ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അത് തന്നെയാണ് സത്യവും. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ ഓരോന്നായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലിവിങ് റൂമിൽ ഇരുന്ന് കാണാം, ടി വിയിലൂടെ, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ. അപ്പോൾ പറയും ബിഗ് ബോസിൽ രേണുസുതി ഉണ്ടെങ്കിൽ ഞാൻ ടി വി ഓഫ് ചെയ്ത് വയ്ക്കും, ഞാനത് കാണത്തില്ല, ഞങ്ങളുടെ വീട്ടിലെ കേബിൾ കട്ട് ചെയ്തു. ആർക്കാ നഷ്ടം? നിങ്ങൾ വേണമെങ്കിൽ കാണില്ലെങ്കിൽ കാണണ്ട. അപ്പം നിങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണുസുതിയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഒക്കെ ബിഗ് ബോസിലോട്ട് പോയത്. അത് കണക്ക് ഈ ബ്ലോഗർമാരുടെ എല്ലാവരുടെയും സ്ഥിരം പല്ലവിയാണ്, ഞാൻ ഈ ബിഗ് ബോസ് കാണത്തില്ല, എനിക്കിത് ഇഷ്ടമല്ല, എന്തൊരു ഷോ ആണത്, അതിൽ അർഹതയില്ലാത്ത കുറേ എണ്ണത്തിനെ പിടിച്ചിട്ട് ഓരോന്നിൻ്റെ മെഴുകക്കവും വാഴത്തരവും ഒക്കെ ഞങ്ങൾ കാണണമെന്നാണ്. എൻ്റെ പൊന്നെ, ടൈം 7 ആവാൻ വേണ്ടി 6:58 ടി വി ഓൺ ചെയ്ത് കാത്തിരിക്കുന്ന ഈ ബ്ലോഗർമാരാ. കാരണം എങ്കിലല്ലേ അവർക്ക് അടുത്ത കണ്ടന്റ് കിട്ടത്തുള്ളൂ വീഡിയോ ഇടാനായിട്ട്. എന്തിനാ ഈ തള്ളുന്നത്? എന്തായാലും നിങ്ങളെ സ്വപ്നത്തിൽ വന്ന് ഇമാജിൻ ചെയ്ത് ഇങ്ങനെയുള്ള വിഷ്വലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരുന്നതെന്നല്ലോ. നിങ്ങളിരുന്ന് കുത്തിയിരുന്ന് കണ്ട് വീണ്ടും കണ്ടിട്ടാ. നമ്മളൊക്കെ ഒറ്റ പ്രാവശ്യം ടി വി വരുമ്പോൾ കാണും, ദാറ്റ്സ് ഓൾ. നിങ്ങളൊക്കെ അത് കണ്ടിട്ട് റിവേഴ്സ് അടിച്ച് 24/7 റിവേഴ്സ് അടിച്ച് ഓട്ടിച്ചോട്ടിച്ച് 10 പ്രാവശ്യം കണ്ടിട്ടാണ് നിങ്ങൾ ഓരോ കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ഇടുന്നത്. അപ്പം അതുകൊണ്ട് ആ തള്ള് ഒക്കെ അങ്ങ് കളാം. അപ്പം നമുക്ക് ഈ സന്തോഷമായ ഞങ്ങളുടെയൊക്കെ സന്തോഷമാണ്. കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് ചുരുക്കം ചില നിമിഷം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറസാധ്യതമായ അടുത്ത കണ്ടസ്റ്റൻസ് രേണു സുധി എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്തോ ഒരു രോമാഞ്ചായിരുന്നു. നമ്മുടെ കയ്യിലേക്ക് രോമം ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമായിരുന്നു. ഞാൻ അതിനകത്ത് കയറിയ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റത്തില്ലത്. അത് അവളെ സ്നേഹിക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സിന് മാത്രമേ അങ്ങനത്തെ ഉള്ളൊരു ഫീൽ ഉണ്ടാവൂ കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമുക്ക് എന്നും ഓരോ വീഡിയോസ് ഇടാം. ഇനിയിപ്പോൾ രാത്രി നമ്മളെ ഷോ ആണ്, 24/7 കാണണം. പക്ഷേ എനിക്ക് വേറെ കുറച്ച് ജോലി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇരുന്ന് കണ്ടിട്ട് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല. എന്നാലും കഴിയുന്നതും കൂടുതൽ രേണുസുതിക്ക് സപ്പോർട്ടുമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നെ എടുത്തുടുത്ത ചേട്ടന്മാരും ചേച്ചിമാർക്കും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക, ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് മനഃപൂർവ്വം തന്നെയാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ടാണ് ഇത്ര ഹൈപ്പ് അതിന് കിട്ടിയത്. അതിലിട്ടിരുന്നെങ്കിൽ ആരെങ്കിലും മൈൻഡ് ചെയ്യുമായിരുന്നു. അതാണ് ഞങ്ങളുടെ കളി. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് രേണുസുതി പുറത്ത് നിൽക്കുമ്പോഴും ബിഗ് ബോസിൽ പോയിട്ടും കള്ളത്തരത്തിൻ്റെ അയ്യര് കളി എന്ന് പറയുന്നു. അത് രേണുസുതി ചെന്നൈ ചെന്നതിന് ശേഷമാണ് അന്ന് രാത്രി അവൾ ആ വീട്ടിലിരിക്കുന്ന വീഡിയോ ഇട്ടത്. നിങ്ങളെന്താ കരുതി നിങ്ങൾക്ക് മാത്രമേ ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ളൊന്നാണ്? അല്ല മക്കളെ, അതൊക്കെ അരച്ചു കലക്കി കുടിച്ചവർ തന്നെയാണ് ബാക്കിയുള്ളവർ. നിങ്ങൾ മാത്രമല്ല ബുദ്ധിയുള്ളവർ. ഓക്കെ, അപ്പോൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക.
നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ട് രേണുസുയെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കും പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയും രേണുസുതിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.